ഇന്നലെയാണ് വർക്കലയിൽ വീട്ടമ്മയെ പട്ടാപ്പകൽ കവർച്ച നടത്തിയെന്നൊരു വാർത്ത വന്നത്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ വീട്ടമ്മയെ മുഖംമൂടി സംഘം ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു എന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. വർക്കലയിൽ താമസിക്കുന്ന ഈറോഡ് സ്വദേശികളായ സുമതിയും മകൻ ശ്രീനിവാസനും നാടകീയമായി ആസൂത്രണം ചെയ്തതാണ് മുഖംമൂടി സംഘത്തിന്റെ ആക്രമണവും ഈ മോഷണവും. സംഭവത്തിൽ വർക്കല പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തികച്ചും നാടകീയമായ രീതിയിൽ ഒരു മോഷണക്കഥയുടെ ആസൂത്രണമാണ് ഇന്നലെ നടന്നത്. പോലീസുകാർ പോലും വിശ്വസിച്ചു പോകുന്ന തിരക്കഥ. കഥ, സംവിധാനം, തിരക്കഥ. തിരുവനന്തപുരം വർക്കലയിൽ താമസിക്കുന്ന ഈറോഡ് സ്വദേശികളായ അമ്മയും മകനും. വർക്കലയിൽ വീട്ടമ്മയെ മുഖംമൂടി സംഘം ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസ് കെട്ടിച്ചമച്ചതെന്ന് പോലീസ്. വർക്കല ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഈറോഡ് സ്വദേശിയായ സുമതിയെ ആക്രമിച്ച് 1 ലക്ഷം രൂപയും 5 പവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നു എന്നായിരുന്നു കേസ്. സുമതിയുടെ മകൻ ശ്രീനിവാസനെയും ഭാര്യ ഗായത്രിയെയും പോലീസ് ഇന്നലെ പലതവണ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് വീണ്ടും മകൻ ശ്രീനിവാസനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് നാടകീയ സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത്. ആക്രമണത്തെക്കുറിച്ചുള്ള സംഭവങ്ങളെല്ലാം വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും പണമോ സ്വർണ്ണാഭരണങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പോലീസിന്റെ അതിസമർത്ഥമായ പഴുതടച്ചുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമായി. ബന്ധുവിന്റെ കല്യാണത്തിന് സ്വർണവും പണവും നൽകാനുള്ള മടി കൊണ്ടാണ് ശ്രീനിവാസനും സുമതിയും ഇങ്ങനെയൊരു മോഷണക്കഥ ആസൂത്രണം ചെയ്തത്. 1 ലക്ഷം രൂപയും 5 പവൻ സ്വർണവും മോഷണം പോയതായി ഇവർ ഒരു കഥ സൃഷ്ടിച്ചെടുത്തു. സുമതിയും മകൻ ശ്രീനിവാസനും ചേർന്നായിരുന്നു മുഖംമൂടി സംഘവും ആക്രമണവും ആസൂത്രണം ചെയ്തത്. സംഭവത്തെ തുടർന്ന് ഇന്നലെ പോലീസിന്റെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സംശയം തോന്നുന്ന ഒന്നും ലഭിച്ചിരുന്നില്ല. സംഭവത്തിൽ ശ്രീനിവാസനും സുമതിക്കുമെതിരെ വർക്കല പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രതികളെ കർശന ഉപാധികളോടെയും താക്കീതും നൽകി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കുറുവ സംഘത്തെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു മോഷണവും നാടകവും നാട്ടുകാരിലടക്കം ഭീതി സൃഷ്ടിച്ചു. എന്നാൽ പല ആവർത്തി ചോദ്യം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവരുടെ കള്ളം പുറത്തറിഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.